ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ എക്സാമിനേക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ കൺസ്ട്രക്ഷൻസും എല്ലാം വരച്ച് പഠിക്കാൻ പോവാണ്. ഒറ്റയൊന്നും മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിന് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും 10 മുതൽ 12 മാർക്ക് വരെ ഗ്യാരണ്ടിയാണ്. 3 ചോദ്യങ്ങൾ ഈ സെക്ഷനിൽ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്നൊരു ലൈക്ക് അടിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് എന്തായാലും ഉണ്ടാവും. വരച്ച് പഠിക്കാം, കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചേക്കണേ. നമുക്ക് എല്ലാ സെക്ഷനും വരയ്ക്കാനുള്ളതുണ്ട്. കംപ്ലീറ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ ചോദ്യം നിങ്ങൾ കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ, നോക്കിക്കോണേ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ് ആൻഡ് 2 of the angles 50 degree and 60 degree. ബാക്കി ബിയും സിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. എ ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കോ. വരയ്ക്കേണ്ടത് ഒരു ട്രയാങ്കിൾ, ത്രികോണം വരയ്ക്കണം. ത്രികോണം വരയ്ക്കണം. അതിന്റെ പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ഉണ്ടാവണം. 2 കോണുകൾ 50 ഡിഗ്രിയും 60 ഡിഗ്രിയും വേണം. എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യുക? ആദ്യം നിങ്ങൾ ആ സർക്കിൾ വരച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് കോമ്പസ് ഒക്കെ എടുത്ത് 3 സെന്റിമീറ്റർ കറക്റ്റ് ആക്കിയിട്ടൊരു ആരം വരച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാം. നോക്കിക്കോണേ, ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ആക്കി എടുക്കുക 3 സെന്റിമീറ്റർ. എന്നിട്ട് സ്കെയിൽ മാറ്റിയിട്ട് ഇതാ ആ വൃത്തം ആദ്യം അങ്ങോട്ട് വരയ്ക്കാം. നോക്കിക്കോ, വൃത്തം വരച്ചു കഴിഞ്ഞാൽ കോമ്പസ് എടുത്ത് മാറ്റുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോ. എന്താ നമുക്ക് വേണ്ടത്? അടുത്തത് വൃത്തം വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അതിൽ 2 കോണുകൾ പറഞ്ഞിട്ടുണ്ടാവും. എത്ര പറഞ്ഞേ? ഒരെണ്ണം 50 ഡിഗ്രി, ഒരെണ്ണം 60 ഡിഗ്രി. അതിന്റെ നേരെ ഡബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കിക്കോണേ. ആ ക്വസ്റ്റ്യനിൽ തരുന്ന ആംഗിളിന്റെ നേരെ ഡബിൾ ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ആദ്യം ഒരു റേഡിയസ് വരച്ചു വെക്കാം. ഒരൊറ്റ ഒന്ന് ആദ്യം വരച്ചു വെച്ചോ. ഞാൻ വരച്ചു വെക്കുന്ന എല്ലാവരും നോക്കിക്കോണേ. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ വരച്ച് പഠിക്കുക കേട്ടോ. ഒരു റേഡിയസ് വരച്ചു വെക്കുക. ഇങ്ങനെ വരച്ചു വെക്കുന്നു. അതിനുശേഷം നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത് അറിയോ? എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്? നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചാൽ കിട്ടും. 50ഉം 60ഉം എന്നാണ് അവർ പറഞ്ഞത്. ആ 50ന്റെ നേരെ ഇരട്ടി എടുക്കുക. നമുക്കറിയാം സെൻട്രൽ ഉണ്ടാവുക ഡബിൾ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇരട്ടിയാക്കി എടുക്കുന്നു. 100 ഡിഗ്രിയിൽ നമ്മൾ ഒരു വര വരയ്ക്കാൻ പോവാണേ. അപ്പൊ ഇനി വരയ്ക്കാൻ വേണ്ട പരിപാടികളൊക്കെ നോക്കിക്കോ. എത്രയാണ് നമുക്ക് വേണ്ടത്? 100 ഡിഗ്രിയിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അത് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കണം. 100 ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത്. നോക്കിക്കോണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നീക്കി എത്ര ഡിഗ്രി എടുക്കേണ്ടത്? 100 ഡിഗ്രി കറക്റ്റ് ആക്കി എടുത്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റെഡി? അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊട്രാക്ടർ എടുത്ത് ഒന്ന് മാറ്റി വെക്കുക. നോക്കിക്കോണേ, ഇതാണ് നമ്മൾ ആദ്യം വരച്ചു വെച്ചത്. ഈ വരച്ചു വെച്ച വരയ്ക്ക് കുറച്ച് നീളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മായ്ച്ച് ഒഴിവാക്കാം. ഒന്നും കുഴപ്പമില്ല കേട്ടോ. എക്സ്ട്രാ നീണ്ടു കിടക്കുന്നൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെറുതാക്കി നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞാലും നോ പ്രോബ്ലം. ബാക്കി നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം വെച്ചാൽ മതി. ഇങ്ങനെ കുറച്ചൊക്കെ എക്സ്ട്രാ കിടക്കുന്നൊക്കെ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ ആദ്യം വരച്ച എത്രയാം? 100 ഡിഗ്രിയിൽ ആദ്യം വരച്ചു വെച്ചു. ഇവിടെ കിട്ടി ആംഗിൾ 100 ഡിഗ്രി എന്ന് കിട്ടി. പേരും കൂടെ കൊടുത്ത് ചെയ്തോ മക്കളെ. പേര് കൊടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ ഉപകാരപ്പെടും. എളുപ്പത്തിൽ ആൻസർ ആക്കാം. ഇവിടെ എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ബി എന്ന് പേര് കൊടുക്കുന്നു. ഇനി നിങ്ങൾ രണ്ടാമത്തെ കോണ് വരയ്ക്കണം. രണ്ടാമത്തെ ആംഗിൾ എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നത് 60. നേരെ ഡബിൾ ആക്കിക്കോ. എത്രയാ? 120 ഡിഗ്രി വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ബാക്കിയായിട്ട് പ്രൊട്രാക്ടർ ഒക്കെ കറക്റ്റ് ഇതിന്റെ മുകളിൽ ഈ പുതിയ സ്ഥലല്ലേ, ഇതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടർ എടുത്ത് വെക്കുക. കറക്റ്റ് പുതിയ റേഡിയസിന്റെ മുകളിൽ കറക്റ്റ് വെച്ചിട്ട് 120 ഡിഗ്രി. ഇപ്പൊ ഇത് 100 ഡിഗ്രിയിലാണ് ഉള്ളത്. കുറച്ചും കൂടെ ഒന്ന് പോട്ടെ. 110, 120 ആണ് നമുക്ക് വേണ്ടത്. ആ 120 ഡിഗ്രിയിൽ രണ്ടാമത്തത് ഒന്നുകൂടെ വരച്ചു വെക്കുന്നു. പ്രൊട്രാക്ടർ മാറ്റി നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ 120 ഡിഗ്രിയിൽ വരച്ചത്. എത്രയല്ല വരച്ചത്? 120. ഓക്കെ, അതും വരച്ചു കഴിഞ്ഞു. പേര് സി എന്ന് പേരും കൊടുക്കുന്നു. അപ്പൊ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങോട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. വരച്ച പരിപാടി അറിയാലോ. ആദ്യം സർക്കിൾ വരച്ചു, ഒരു റേഡിയസ്, ഒരാരം വരച്ചു വെക്കുക. ക്വസ്റ്റ്യനിൽ തന്ന 2 ആംഗിൾസിലെ അതിന്റെ ഡബിൾ ആണ് സെന്ററിൽ വരയ്ക്കേണ്ടത്. പേര് കൊടുത്ത് വരയ്ക്കുക. എന്നിട്ട് അത് ജോയിൻ ചെയ്താൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയാ ജോയിൻ ചെയ്യുക? സ്കെയിൽ എടുത്തിട്ട് അത് അങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുക. എയും ബിയും സിയും കൂടെ ജോയിൻ ചെയ്താൽ ആൻസർ കറക്റ്റ് ആയി ഉണ്ടാവും. നിങ്ങൾ പേര് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കണേ, ഇങ്ങനെ നിങ്ങൾ ആ ചിത്രം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. റെഡി? ആദ്യത ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജോയിൻ ചെയ്യുന്നു. എയും ബിയും ജോയിൻ ചെയ്തു. ഇനി ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുക. ബി സി
ഇങ്ങനെ ബിയും സിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇനി ഒന്നും കൂടെ ബാക്കിയില്ലേ മക്കളെ? എന്താ ഒന്നുകൂടെ ബാക്കിയുള്ളത്? എയും സിയും കൂടെ ജോയിൻ ചെയ്തോ? എന്നാ ഒരെണ്ണം കൂടിയായി. ഇത്രയും ചെയ്താൽ നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എ സി ആണ് ഇനി ജോയിൻ ചെയ്യേണ്ടത്. എയും സിയും ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് എയും സിയും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ. നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞു ആ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, ഈ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ കറക്റ്റ് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 3 സെന്റിമീറ്റർ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ട് 3 സെന്റിമീറ്റർ ഉണ്ടാവും. കാരണം എന്താ? നമ്മളാണ് ആദ്യം സർക്കിൾ വരച്ചത്. സർക്കിളിന്റെ റേഡിയസ് 3 ആക്കി വരച്ചത് നമ്മൾ തന്നെയല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു റേഡിയസിന്റെ മുകളിൽ 3 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ 50 ഡിഗ്രിയും 60 ഡിഗ്രിയും എവിടെ? നമുക്കറിയാം സെൻട്രലിൽ 100 ഡിഗ്രി വന്നാൽ ദാ ഇവിടെ ഉണ്ടാവും അതിന്റെ പകുതിയായ 50 ഡിഗ്രിയും. ഈ 120ന്റെ ഹാഫ് ദാ ഇവിടെ ആയിരിക്കും 120ന്റെ ഹാഫ് ആയ 60 ഡിഗ്രി. ഇപ്പൊ എല്ലാ കണ്ടീഷനുമായി 50 ഡിഗ്രി 60 ഡിഗ്രി റേഡിയസ് 3 സെന്റിമീറ്റർ പരിവൃത്തവും കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണേ? അങ്ങനെ ഇതേപോലെ നിങ്ങൾ അടുത്ത ചോദ്യം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? സെക്കൻഡ് ചോദ്യം നോക്കേ. പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആംഗിൾസ് 2 എണ്ണം തന്നിട്ടുണ്ട്, 2 കോണുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ കോണുകൾ തരാതെ നമ്മളെ പറ്റിച്ചു, ആംഗിൾ തന്നിട്ടില്ല. പണിയാവോ? ഒരു പണിയുമില്ല. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അന്നപ്പോ അതിന്റെ ആംഗിൾ ഒക്കെ എത്ര ഉണ്ടാവും? അതിന്റെ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണ് ഉണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യനിൽ തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ആൻസറും കിട്ടും. അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ? എന്താ ചെയ്യുക? ആദ്യം ഇവിടെ വരച്ചതുപോലെ നമ്മൾ എന്ത് വരയ്ക്കും? ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു റേഡിയസ്, ഒരാരം വരയ്ക്കും. അത് കഴിഞ്ഞാൽ കോണ് എത്ര ഡിഗ്രി എടുക്കേണ്ടത്? എല്ലാം 60 60 60. അപ്പൊ നമ്മൾ അതിന്റെ ഒക്കെ ഇരട്ടി എടുക്കുക. 120 ഡിഗ്രിയിൽ ഒരെണ്ണം, 120 ഡിഗ്രിയിൽ ഒരെണ്ണം കൂടെ വരയ്ക്കുക. ഒക്കെ 120 ഡിഗ്രിയാ. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇവിടെ ഒരെണ്ണം 100ഉം ഒരെണ്ണം 120ഉം ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ എത്രയിൽ വരച്ചാൽ മതി? 120ൽ വരച്ചാൽ മതി. ആൻസർ കറക്റ്റ് ആവും. റെഡിയാ? രണ്ടാമത്തെ നിങ്ങൾ ചെയ്ത് നോക്കണേ. മൂന്നാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. അതിലെ ആംഗിൾസ് ഒക്കെ നോക്കണേ. പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ തന്നെയാണ്. 2 കോണുകൾ നോക്കിക്കേ, 32 അര 37 അര. ഹാഫ് എന്നാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ആംഗിൾ 32.5 ഉണ്ട്, 37.5 ഉണ്ട്. ഇങ്ങനെ 2 ആംഗിൾസ് ആണ് തരുന്നത്. അപ്പൊ ഈ അര ഡിഗ്രി കണ്ട് പേടിക്കേണ്ട, നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യാ? ഇപ്പം ചെയ്ത അതേപോലെ തന്നെ ചെയ്യാ. ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് സർക്കിൾ വരയ്ക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് സർക്കിൾ വരയ്ക്കൽ. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റേഡിയസ് കറക്റ്റ് കോമ്പസിൽ അളന്നെടുക്കുന്നു. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന കോമ്പസിൽ കറക്റ്റ് അളന്നെടുത്തിട്ട് 3 സെന്റിമീറ്റർ കറക്റ്റ് എടുത്തിട്ട് സർക്കിൾ ആദ്യം വരയ്ക്കുന്നു, കോമ്പസ് മാറ്റി വെക്കുന്നു. റെഡി? സർക്കിൾ വരച്ചതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്താ? ഒരു റേഡിയസ് വരച്ചു വെക്കുക. സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു വെച്ചാൽ ഒന്നും തെറ്റാനില്ല. ആദ്യം സർക്കിൾ, അത് കഴിഞ്ഞാൽ ഒരു ആരം വരച്ചു വെക്കുക. നമുക്ക് വരച്ചു വെക്കാം. ഒരെണ്ണം വരയ്ക്കാം. സ്കെയിൽ എടുത്തിട്ട് ഒരെണ്ണം വരച്ചു വെക്കാം അല്ലെ? ഈ ഒരെണ്ണം നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാട്ടോ. ഞാനിങ്ങനെ നേരെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ ഇങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റേഡിയസ് വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞു. പേര് എ എന്ന് പേര് കൊടുക്കുന്നു. ഇനി നിങ്ങൾ സെൻട്രൽ ആംഗിൾ എടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ 32.5. അപ്പൊ അതിന്റെ ഡബിൾ ആക്കണ്ടേ? ഡബിൾ ആക്കിയിട്ടല്ലേ നമ്മൾ സെൻട്രൽ വരയ്ക്കുക. 32.5ന്റെ ഡബിൾ എത്രയാ? 30 കൂടെ 60, 62, 64, 65 എത്തി ഉണ്ടാവൂലേ? 2 കൂടെ ഒരു 5 വേറെ ഉണ്ടാവൂലേ? 65 ഡിഗ്രി വരയ്ക്കേണ്ടി വരും സെൻട്രൽ. നമ്മൾ വരച്ചു നോക്കാം അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് വെക്കുക. 65 ഡിഗ്രിയിൽ അങ്ങോട്ട് വരയ്ക്കുക. വേറെ ഒന്നും നോക്കാനില്ലേ. നമുക്ക് വേണ്ടത് നമുക്ക് കറക്റ്റ് ആക്കി വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പ്രൊട്രാക്ടർ എടുത്ത് വെച്ചിട്ട് നമ്മൾ എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കണ്ടേ? 65. ഇതാ ഇവിടെ 60, 61, 62, 65 കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ 65 ഡിഗ്രി എടുത്തുകൊണ്ട് നിങ്ങൾ ഇതാ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു. മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ കിട്ടി ആംഗിൾ 65 ഡിഗ്രി. ഇതിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ബി എന്ന് പേര് മാർക്ക് ചെയ്യുന്നു. എക്സ്ട്രാ ഉള്ളതൊക്കെ മായ്ക്കാൻ പറ്റും, ലാസ്റ്റ് മായ്ക്കാം അല്ലെ? അത് കഴിഞ്ഞിട്ട് അടുത്തത് അതിന്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും അടുത്തത് വരയ്ക്കണം. അടുത്തത് 37.5 അപ്പൊ 37 എത്രയായി? 74 ആയില്ലേ? അരയും കൂടെ ഒരു 1. അപ്പൊ 75 ഡിഗ്രിയിൽ വരയ്ക്കേണ്ടി വരും. 75 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇതാ ഈ രണ്ടാമത്തെ മുകളിൽ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇനിയും ചിത്രം വരയ്ക്കണം. നോക്കിക്കോണേ, ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കുക.
എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കണ്ടേ? 75. ഇതിപ്പോ 65 ഉള്ളൂ, നമുക്ക് 75 കിട്ടണം. 75 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഫിനിഷ് ചെയ്യുക. അപ്പൊ മൂന്നാമത്തെ ആളെയും കിട്ടി. ഇവിടെ ഉള്ളത് സി എന്ന് പേരും കൊടുക്കുന്നു. ABC പേര് കൊടുത്ത് ചെയ്തോ എന്ന് ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. അതിന്റെ ഉപകാരം ഇപ്പം മനസ്സിലാവും. ഇവിടെ 75 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നേരത്തതുപോലെ നിങ്ങൾ ആ പേരുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. എയും ബിയും സിയും ജോയിൻ ചെയ്ത് നമ്മുടെ ട്രയാങ്കിൾ ABC വരൂലേ, അതായിരിക്കും നിങ്ങൾക്ക് വേണ്ട ട്രയാങ്കിൾ. പെട്ടെന്ന് കാണുമ്പോൾ തെറ്റിപ്പോവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചിത്രമാണ് ഇത്. നമുക്കൊന്ന് വരച്ച് നോക്കിയാൽ കാര്യം ക്ലിയർ ആവും. ഒന്ന് ജോയിൻ ചെയ്ത് നോക്കട്ടെ. ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നമുക്ക് വേണ്ടത്. ആദ്യം എയും ബിയും കൂടെ ജോയിൻ ചെയ്യാം. റെഡി. അങ്ങനെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. AB ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് BC ജോയിൻ ചെയ്യണം. ബിയും സിയും കൂടെ BC ജോയിൻ ചെയ്യുന്നു. ഓക്കെ, BC ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എയും സിയും കൂടിയാണ് അടുത്തതായിട്ട് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 എണ്ണം കറക്റ്റ് ജോയിൻ ചെയ്ത് വെക്കുക. AB, BC, AC എല്ലാവരെയും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൂന്നാമത്തെ ആളും വന്നു. ഇനി ഇതിൽ ഏതാ നമ്മുടെ ട്രയാങ്കിൾ? ഈ ചിത്രം നിറച്ചും ട്രയാങ്കിളാ. ഇതിൽ ഏതാ നമ്മുടെ ട്രയാങ്കിൾ? ഏതാ? ട്രയാങ്കിൾ ABC. നമ്മൾ പേര് കൊടുത്താണ് ചെയ്തത്. അപ്പൊ നമുക്ക് തെറ്റിപ്പോകാൻ ഒരു ചാൻസും ഇല്ല. കറക്റ്റ് ആ ABC എടുത്തോ, അതായിരിക്കും നമുക്ക് വേണ്ടത്. എവിടെ നമ്മുടെ ട്രയാങ്കിൾ ABC? നോക്കട്ടെ. ട്രയാങ്കിൾ ABC ഇതാണ് മക്കളെ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിൽ അവർ പറഞ്ഞ കോണുകളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാ വന്നത്? ഇവിടെ നോക്കേ, ഇവിടെ 65 ഡിഗ്രി. അപ്പൊ ഈ 65ന്റെ പകുതി മക്കളെ നോക്കിക്കോ, എയും ബിയും കൂടിയാണ് ഇങ്ങനെ സെന്ററിലേക്ക് 65 വന്നത്. അതേ എയും ബിയും കൂടെ ഇങ്ങനെ പോയി സിയിൽ എത്തുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അതിന്റെ പകുതി വരിക. 65ന്റെ പകുതി വരുന്ന സ്ഥലം നമുക്ക് കിട്ടി. ഇവിടെയാണ് 32.5 ഡിഗ്രി വരാൻ പോകുന്നത്. അതേപോലെ 75 ഡിഗ്രി എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന കോഡാണ് 75 ഡിഗ്രി ഉണ്ടാക്കിയത്. ആ ബിയും സിയും കൂടെ ഇങ്ങനെ പോയി എ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഇവിടെയാണ് ആ 75ന്റെ പകുതിയായ 37.5 ഡിഗ്രി വരാൻ പോകുന്നത്. ഇവിടെയാണ്. ഇനി 3 റേഡിയസിൽ ഏതെങ്കിലും ഒരു റേഡിയസിന്റെ മുകളിൽ നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ എന്നും കൂടെ എഴുതി വെച്ചാൽ ആൻസർ കറക്റ്റ് ആയി ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റെപ്പ് ഒക്കെ മറന്നുകൊണ്ടാ. ആദ്യം സർക്കിൾ, ഒരു റേഡിയസ്, തന്ന കോണുകൾ ഡബിൾ ആക്കി വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. റേഡിയസ് വരയ്ക്കുമ്പോൾ പേര് കൊടുത്ത് ചെയ്താൽ ആ ABC ജോയിൻ ചെയ്താൽ നമ്മുടെ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണേ? തെറ്റിക്കരുത്. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകണം. അടുത്ത സെക്ഷനിൽ കുറച്ചും കൂടെ നമുക്ക് വരച്ച് പഠിക്കാനുള്ള നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന സെക്ഷൻസ് വരാൻ പോവാണ്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ആ റെക്ടാങ്കിൾ വരയ്ക്കുന്നതും സ്ക്വയർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അടുത്ത ചോദ്യം. ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇതൊക്കെ നമുക്കിപ്പം വേണ്ടല്ലോ, ഒന്ന് മാറ്റി വെച്ചേക്കാം എല്ലാവരെയും. യെസ്, പോട്ടെ എല്ലാവരും പോട്ടെ. എവിടെ പോയി? കോമ്പസും പ്രൊട്രാക്ടർ ഒക്കെ പോയി. ഇനി വായിച്ചോ, ക്വസ്റ്റ്യൻ വായിച്ചോ. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. ഡ്രോ അനദർ റെക്ടാങ്കിൾ ഹാവിംഗ് സെയിം ഏരിയ വിത്ത് ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ 7 സെന്റിമീറ്റർ. ഒന്നുമില്ല, ആദ്യം ഒരു ചതുരം വരയ്ക്കണം. 6ഉം 4ഉം ആണ് വശങ്ങൾ വേണ്ടത്. പിന്നെ അതിന്റെ സെയിം ഏരിയ, അതേ പരപ്പളവുള്ള വേറെ ഒരു ചതുരം വരയ്ക്കണം. അതിന്റെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഏതാണ്? 7 സെന്റിമീറ്റർ ആയിരിക്കണം പുതിയതായിട്ട് വരയ്ക്കുന്നതിന്റെ ഒരു സൈഡ്. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ആദ്യം റെക്ടാങ്കിൾ വരച്ചുകൊണ്ട് തുടങ്ങുക. 6ഉം 4ഉം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവരും നോക്കിക്കോണേ. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ആദ്യം അത് അങ്ങോട്ട് ചെയ്തേക്കാം. 6 സെന്റിമീറ്റർ വേണ്ടേ? ഇനിയിപ്പോ എവിടെ 6 കിട്ടുക? നോക്കട്ടെ. ഇപ്പൊ നോക്കിക്കോ എല്ലാവരും. 6 സെന്റിമീറ്റർ, 1 2 3 4 5 6. 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 90 ഡിഗ്രിയിൽ 2 ലൈൻസ് മേലോട്ടേക്ക് വരച്ചു വെക്കണം അല്ലെ. ആ വരയുടെ മുകളിലാണ് നമുക്ക് എത്ര എടുക്കേണ്ടത്? 4 സെന്റിമീറ്റർ എടുക്കേണ്ടത്. നിങ്ങൾ സ്കെയിൽ കൊണ്ട് ചുമ്മാ വരച്ച ചരിഞ്ഞു പോകരുതേ. കഴിയുന്നതും സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കാൻ നോക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 90 ഡിഗ്രി കറക്റ്റ് ആക്കി തന്നെ വരയ്ക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു വര വരയ്ക്കാം. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും 90 ഡിഗ്രി കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കി വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് സ്ക്വയർ എടുത്ത് മാറ്റിയതിനു ശേഷം ഈ വര മുഴുവൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് 4 സെന്റിമീറ്റർ. താഴെ നമ്മൾ 6 വരച്ചിട്ടുണ്ട്. ഇനി അതേപോലെ 4 മുകളിലേക്ക് വേണം. ആ 4 നിങ്ങൾ ഇത് വെച്ചൊന്ന് അളന്നെടുത്താൽ പോരെ. ഇനി അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ 4 അളക്കാൻ.
തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് അങ്ങോട്ട് അളക്കാം. നോക്കൂ, ഇവിടെ പോയി ഇതാ ഇവിടെ വെക്കുന്നുണ്ടേ. 4 വേണ്ട, 1 2 3 4. ഇവിടം വരെ 4 ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടതൊന്ന് മാർക്ക് ചെയ്യാം. ഒറ്റ സെക്കൻഡ്, കളർ ഒന്ന് മാറ്റിക്കാlte മനസ്സിലാവില്ല. 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവും. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ ആ 4 സെന്റിമീറ്റർ ഒന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണേ. ഓക്കെ, വരച്ചേക്കാം അല്ലെ. 1 2 3 4 ഇവിടെ ഉണ്ടാവും 4. എന്നിട്ട് ആ 2 4ഉം കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇതങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വരച്ചേക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് വരച്ചാൽ നമ്മുടെ റെക്റ്റാങ്കിൾ ഫിനിഷായി. ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ബാക്കി പണിയെടുത്താൽ മതി. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആ ചതുരം വരയ്ക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ ഇതാ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചതുരത്തിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ കോണൊക്കെ 90 ഡിഗ്രി കറക്റ്റ് ഉണ്ടാവും കേട്ടോ, 90 കറക്റ്റ് ഉണ്ടാവേ. പേര് കൊടുത്തോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം A B C D, ഇങ്ങനെ പേര് കൊടുത്തു. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെയുള്ള സൈഡ് ഇത് 6 സെന്റിമീറ്റർ അല്ലേ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരച്ച എത്രയാ 4 സെന്റിമീറ്റർ ആണ് മുകളിലേക്ക് വരച്ചത്. ഈ വീതി കണ്ടോ മക്കളെ, ഈ 4 അത് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇനി മറന്നുകൊണ്ട അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ 4 സെന്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്ന സ്റ്റെപ്പാണ് അടുത്തത്. അത് നമുക്ക് ചെയ്തു നോക്കണം. കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 വരണേ. വരച്ചു നോക്കാം. 1 എത്ര വരണം നമുക്ക്? 4 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് വേണം അല്ലെ. ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് വരയ്ക്കാം. 4 അല്ലേ വേണ്ടേ? 1 2 3 4. 4 സെന്റിമീറ്റർ നമ്മൾ ഇതാ പുറമേക്ക് നീട്ടി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്ത പരിപാടി? ചതുരത്തിന്റെ വീതി ഇല്ലടാ, അതാണ് ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ 4 ആണ് നമുക്ക് വിട്ട് വന്നത്, അതുകൊണ്ടാണ് 4 വരച്ചത്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം. നിങ്ങൾ വരച്ച ചതുരത്തിന്റെ വീതി ഇല്ലേ, ആ വീതി ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നോക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കേണ്ടവർക്ക് ഇങ്ങോട്ടും വരയ്ക്കാം കേട്ടോ. നമ്മൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് വരച്ചത്, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് താഴത്തേക്ക് ഒരു ലൈൻ പോകണം. ആ ലൈൻ എത്രയിൽ വരയ്ക്കണം എന്നറിയോ? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം. പുതിയതിന്റെ ഒരു സൈഡ് ഇത്ര വേണമെന്ന് ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ വലുപ്പത്തിൽ കറക്റ്റ് ആക്കി വരയ്ക്കുക കേട്ടോ. പുതിയതിന്റെ ഒരു സൈഡ് എത്ര വേണമെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സൈഡ് എത്രയാ നോക്കുക. ആ സൈഡ് കൃത്യമാക്കി വെച്ചുകൊണ്ട് വരച്ചാൽ നമുക്ക് വേണ്ട വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഒറ്റ സെക്കൻഡ്, നമുക്ക് ഇനി വേണ്ടത് ആ പോയിന്റ് ആണ് നമുക്ക് ഇനി കിട്ടേണ്ടത്. അതും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ താഴത്തേക്ക് വരയ്ക്കേണ്ടത് 7 സെന്റിമീറ്റർ ആണ് താഴത്തേക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് ഇനി 7 വരയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 7 സെന്റിമീറ്റർ താഴത്തേക്ക് വരച്ചാൽ നമ്മുടെ പരിപാടി ബാക്കി തീരും. ഒന്ന് ജോയിൻ ചെയ്യണേ. 1 2 3 4 5 6 7. 7 സെന്റിമീറ്റർ നമ്മൾ താഴത്തേക്ക് ഒരു ലൈൻ വരച്ചു വെക്കുന്നു. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു. എല്ലാ പേരും കൊടുക്കണം. A B C D. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു E, അത് കഴിഞ്ഞ് അടുത്ത ഒരു F കൊടുക്കുക അല്ലെ. ഇങ്ങോട്ടേക്ക് ഒരു E കൊടുക്കുന്നു. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു F എന്നും പേര് കൊടുക്കുന്നു. എല്ലാ ഭാഗവും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. A B C D E F. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് മറക്കരുത്. എന്തൊക്കെയാ ചെയ്തതെന്ന്? ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുക, വിഡ്ത്ത് മാറ്റി വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം പുതിയതായിട്ട് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ്, ആ സൈഡ് താഴത്തേക്ക് നീട്ടി വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇതാ ഈ എയിൽ നിന്നും ഇയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കുക. എയിൽ നിന്നും ഇയിൽ നിന്നും ജോയിൻ ചെയ്യാൻ നോക്കേ. ജോയിൻ ചെയ്യുന്നത് കറക്റ്റ് ഇതാ ഈ 2 അറ്റത്തുനിന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആക്കി ജോയിൻ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇവിടുന്ന് ഇതാ കറക്റ്റ് ഇതാ ഇതിന്റെ മുകളിലേക്ക്. അതേപോലെ താഴ്ത്തുന്ന E എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോണേ. എഫിൽ നിന്ന് E എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. ആ പോയിന്റിലേക്കും ജോയിൻ ചെയ്ത് വെക്കാം. കൃത്യമായി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്യണേ. എല്ലാരും കൂടെ തന്നെ ചെയ്യുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പും കിട്ടും. ഓക്കെ, ഇവിടുന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പരിപാടി, ഇപ്പൊ വലിയൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഏതാ നമ്മുടെ ത്രികോണം എന്ന് അറിയോ? AEF. ഇതാണ് നമ്മുടെ ത്രികോണം AEF. ആ ത്രികോണത്തിന്റെ പരിവൃത്തം വരയ്ക്കലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. എങ്ങനെയാ സർക്കം സർക്കിൾ വരയ്ക്കുക? കോമ്പസ് എടുത്തിട്ട് വേണം നമുക്ക് സർക്കം സർക്കിൾ പരിപാടി തുടങ്ങാൻ. കോമ്പസ് എടുത്തിട്ട് ഒരറ്റത്ത് ഇങ്ങനെ കോമ്പസ് വെക്കുക.
എന്നിട്ട് നിങ്ങൾ ഈ കോമ്പസ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ വരയുടെ ഈ ലൈനിന്റെ മോർ ദാൻ ഹാഫ് എടുക്കുക, പകുതിയിൽ കൂടുതൽ ഇങ്ങനെ നീട്ടി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരാർക്ക് ഈ ഭാഗത്തൊരു ആർക്ക് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. അതേപോലെ ഈ താഴെയുള്ള ഭാഗത്തും നമ്മൾ അതേപോലെ ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യും. ഇനി ഈ കോമ്പസ് എന്ത് ചെയ്യണം എന്നറിയോ? കോമ്പസ് എടുത്ത് നേരെ തിരിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് കോമ്പസ് കൊണ്ടുവെക്കുക. നിങ്ങൾ വെച്ചത് എവിടെയാണോ നേരെ തിരിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് കറക്റ്റ് ഈ കോർണറിൽ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇത് തിരിച്ച് കട്ട് ചെയ്യാൻ പോവാണേ. ഈ വരച്ചതിനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഇവിടെയും നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കോമ്പസ് എടുത്ത് മാറ്റുക. ഇത് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചാൽ ആ വരയാണ് നമ്മുടെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെ ജോയിൻ ചെയ്യുക? സ്കെയിൽ എടുത്ത് ബാക്കി അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനെ നോക്കിക്കോണേ. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട വരയാക്കി മാറ്റുക. നോക്കണേ, എങ്ങോട്ടാ ജോയിൻ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇവിടെ കറക്റ്റ് വരുന്ന രീതിയിൽ സ്കെയിൽ കൊണ്ട് നമുക്ക് ഇതങ്ങ് ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതങ്ങ് ജോയിൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വരേന്റെ പേരെന്താ? ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി. ഇതേപോലെ ഒരെണ്ണം കൂടെ വരയ്ക്കണം, ഈ ഭാഗത്തും കൂടെ ചെയ്യാം. ഇപ്പുറത്തെ ഭാഗത്ത് ഇതേ പരിപാടി എടുക്കാം. എന്താ ചെയ്യാം? നമ്മൾ ഇപ്പം ചെയ്തതുപോലെ തന്നെ കോമ്പസ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ പരിപാടി ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. എങ്ങനെ ചെയ്യേണ്ടത്? ഒരറ്റത്ത് കോമ്പസ് വെച്ചിട്ട് എത്രയാക്കണം? മോർ ദാൻ ഹാഫ് എടുക്കണം അല്ലെ? പകുതിയിൽ കൂടുതലാണ് നമുക്ക് വേണ്ടത്. ആ സ്റ്റെപ്പ് മാറിപ്പോവരുതേ. പകുതിയിൽ കൂടുതൽ എടുക്കുന്ന സ്റ്റെപ്പ് എങ്ങനെയാ എടുക്കുക? പകുതി കൂടുതൽ ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് നീട്ടിയെടുത്താൽ നോക്കിയാൽ ഇതിപ്പോ കണ്ടാൽ അറിയില്ലേ പകുതി കൂടുതലുണ്ട്. സ്കെയിലൊന്നും വെച്ച് അളക്കണ്ടേ, പകുതി അളക്കാനൊന്നും പോണ്ടേ, കുറച്ച് നീട്ടി എങ്ങിട്ട് എടുത്താൽ പകുതി കൂടുതലുണ്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ആർക്ക് വരയ്ക്കുന്നു, അതേപോലെ മറ്റേ ഭാഗത്തും നമ്മൾ ആർക്ക് ചാപം വരയ്ക്കുക. ഇനി ഈ കോമ്പസ് എടുത്ത് ഇപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുവെക്കുക. ഈ തറ്റത്ത് കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആ വരച്ചതിനെ തിരിച്ച് കട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കിക്കോ. ഇപ്പം വരച്ചതിനെ നമുക്ക് തിരിച്ചതാ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണം. അതേപോലെ താഴത്തെ ഭാഗത്തും അതേപോലെ നമ്മൾ തിരിച്ച് കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. അത് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇനി ഇവിടെ കട്ട് കറക്റ്റ് വന്നില്ല, നിങ്ങൾ ഒന്നും കൂടെ ഇപ്പുറത്ത് വെച്ചിട്ട് തിരിച്ച് കട്ട് ചെയ്താൽ മതിയെ. അങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർത്ത് ജോയിൻ ചെയ്ത് വരച്ചാൽ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കയ്യിൽ കിട്ടുക. ഇതാണ് നമുക്ക് ഇനി ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത്. പറയാം, ഇത് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ച അടുത്ത ആളെ കിട്ടും. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ബൈസെക്ടർ ആയില്ലേ? ഒരെണ്ണം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്, ഇപ്പൊ ഒരെണ്ണം കൂടെ കിട്ടാൻ പോവാണ്. രണ്ടും കൂടിയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം. ഈ രണ്ട് ബൈസെക്ടറും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നോക്കേ, ഇങ്ങനെ കൊണ്ട് നീട്ടി വരയ്ക്കുക. രണ്ട് ബൈസെക്ടറും കൂടെ മീറ്റ് ചെയ്ത പോയിന്റ് കണ്ടോ? ഏത് പോയിന്റിലാണ് രണ്ട് ബൈസെക്ടറും കൂടെ മീറ്റ് ചെയ്ത്? ഇവിടെ നേരത്തെ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇപ്പം വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടെ കൂട്ടിമുട്ടിയ ഒരു സ്ഥലം കണ്ടോ? ഇവിടെ കൂട്ടിമുട്ടിയില്ലേ? അവിടെ കോമ്പസ് വെച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഈ പോയിന്റിൽ കറക്റ്റ് കോമ്പസ് വെച്ചുകൊണ്ട് നമ്മൾ ആ സർക്കിൾ ഫിനിഷ് ചെയ്യാം. എങ്ങോട്ടേക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്? റേഡിയസ് എത്ര എടുക്കും? നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ എ, എഫ്, ഈ സ്ഥലങ്ങളിലേക്ക് ഒക്കെ ഒരേ ദൂരം കറക്റ്റ് വന്നിട്ടുണ്ടാവും ഇപ്പോ. എന്നിട്ട് നമ്മൾ അതൊന്ന് ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ആക്കി എടുത്താൽ മതി. ഇങ്ങനെ ഈ വിരള നീളം ഈ വിരള നീളം കറക്റ്റ് ആക്കി എടുത്തിട്ട് സർക്കിൾ വരച്ച ആ സർക്കിൾ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഒന്ന് വരച്ചു നോക്കാം അല്ലെ? ഇവിടെ വരെയുള്ള ലെങ്ത് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ ആ സർക്കിൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക. നോക്കിക്കോ, ഇങ്ങനെ സർക്കിൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക. അപ്പൊ ആ സർക്കിൾ കറക്റ്റ് മൂന്ന് ഭാഗത്തും കറക്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ടച്ച് ചെയ്യാതെ പോയി നിങ്ങൾ നോക്കരുതേ. നിങ്ങൾ അത് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആക്കി എടുത്ത് വരയ്ക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് കൂടെ നീ പോയാൽ കട്ട് കറക്റ്റ് കിട്ടൂല. അപ്പൊ റെഡി ആക്കി വരച്ച മൂന്ന് ഭാഗത്തും ഇവിടെയും ഈ പോയിന്റിലും അതേപോലെയുള്ള ഈ താഴത്തെ പോയിന്റിലും മൂന്ന് സ്ഥലത്തും കൃത്യമായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കിൾ പാസ് ചെയ്യും കറക്റ്റ് ആയിട്ട്. അങ്ങനെ സർക്കിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടേ? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ചിത്രം വരച്ചതിൽ ഈ പോകുന്ന വഴിക്ക് സർക്കിൾ ടച്ച് ചെയ്ത് പോയില്ല, നമ്മുടെ സൈഡ് റെക്ടാംഗിളിനെ കട്ട് ചെയ്തുകൊണ്ട് പോയൊരു പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് ആണ് നമുക്ക് ഇനി മുന്നോട്ടേക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. ആ ഡിസ്റ്റൻസ് എവിടെയാണോ കട്ട് ചെയ്തുകൊണ്ട് പോയത് ആ ഡിസ്റ്റൻസ് ഒന്ന് അളന്നെടുക്കുക. അത് വെച്ചിട്ടാണ് നമുക്ക് ഇനി ബാക്കി ചെയ്യേണ്ടത്. നോക്കിക്കോ, എത്രയാണ് ആ അളവ് എന്നൊന്ന് നോക്കുക. ഇത്രയുമാണ് ആ വാല്യൂ വരുന്നത്. ആ അളവാണ് നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. നോക്കിക്കോണേ, ഈ അളവ് കറക്റ്റ് അളന്നിട്ട്
അത് ഇനി നിങ്ങൾ താഴത്തേക്ക് മാറ്റി കട്ട് ചെയ്യാം. നമുക്കൊന്ന് കളർ മാറ്റിക്കാം അല്ലെ. അതൊന്ന് താഴത്തേക്ക് മാറ്റി കട്ട് ചെയ്യാം. ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കട്ട് ചെയ്യുന്നു. കണ്ട ഏതാട്ടെ ഈ അളവ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി കട്ട് ചെയ്തു. ആ മാറ്റി കട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഒരു വര വരയ്ക്കാം. 90 ഡിഗ്രി ഇവിടുന്ന് താഴത്തേക്ക് ഒരു ലൈൻ പോട്ടെ. നിങ്ങൾ സ്കെയിൽ കൊണ്ടോ അല്ലെങ്കിൽ കോമ്പസ് വെച്ച് ആർക്ക് വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ കൊണ്ട് താഴത്തേക്ക് വരയ്ക്കാം. നമുക്ക് അങ്ങനെ വരയ്ക്കാം അല്ലെ. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് അങ്ങോട്ട് വരച്ചേക്കാം. നോക്കിക്കോണേ വരയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതാ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് താഴത്തേക്ക് ഒരു ലൈന് കിട്ടണം. ഓക്കെ, ഇങ്ങനെ കൃത്യമാക്കി വെച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഇവിടുന്ന് താഴത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കുക, ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ പോയിന്റിലെ നമ്മൾ ഇവിടെ നിൽക്കുന്ന എഫ് എന്ന് പറയുന്ന പോയിന്റിലെ അവിടുന്ന് അതിന്റെ മുകളിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആൻസർ കയ്യിൽ കിട്ടും കേട്ടോ. ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്താലേ ഇവിടുന്ന് അങ്ങോട്ടേക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് വേണ്ട ആൻസർ ആയിട്ടുണ്ടാവും. ഈ അറ്റത്തുനിന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ കറക്റ്റ് ആയി ഉണ്ടാവും. റെഡി, ഇവിടുന്നും കൂടെ ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്കും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞത്. ഒരു റെക്റ്റാങ്കിൾ അല്ലേ വരയ്ക്കാൻ പറഞ്ഞേ, സെയിം ഏരിയയുള്ള റെക്റ്റാങ്കിൾ അല്ലേ വരയ്ക്കാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നീട്ടിയില്ലെങ്കിൽ നിങ്ങൾ അത് ലൈന് സ്കെയിൽ വെച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ വരെ എത്തിക്കണേ. അതാണ് നമുക്ക് വേണ്ടത്. നോക്കിക്കോ, ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ. സ്റ്റെപ്പുകൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കോ. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിന്റെ വിഡ്ത്ത് മാറ്റി വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയതിന്റെ സൈഡ് ഉണ്ടാവും, ആ സൈഡ് താഴത്തേക്ക് വരയ്ക്കുക. ഈ രണ്ടറ്റത്തു നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്താൽ നമുക്കൊരു വലിയ ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിന്റെ സർക്കിൾ പരിവൃത്തം വരയ്ക്കുക. ആ സ്റ്റെപ്പാണ് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. കറക്റ്റ് 3 ഭാഗത്ത് കൂടെയും പോവും. മെല്ലെ വരച്ചാൽ മതി, റിലാക്സ് ആയി ചെയ്യുക. എക്സാമിന് തിരക്ക് കൂട്ടി തെറ്റിക്കേണ്ട, കറക്റ്റ് വരയ്ക്കുക. 3 പോയിന്റ് കൂടെ ടച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കിൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയോ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ അളവെടുത്ത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക, താഴത്തേക്ക് വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ താഴത്തേക്ക് ഒരു സൈഡ് 7 ഇല്ലേ, ഇപ്പൊ പുതിയൊരു സൈഡും നമുക്ക് കിട്ടി. ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ട പുതിയ റെക്റ്റാങ്കിൾ. ഇനി വേറെ പേര് കൊടുക്കണേ, ബാക്കി കൊടുക്കണേ. ABCDEF വരെ എത്തിയില്ലേ നമ്മൾ. ഇവിടെ ഒരു G എന്ന് കൊടുക്കുന്നു, ഇവിടെ ഒരു H എന്ന് കൊടുക്കുന്നു, ഇവിടെ ഒരു I എന്നും കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ആ പേരും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് വന്നാൽ 5 മാർക്ക് ഉണ്ടാവുകയെ. ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ള അടുത്ത ചോദ്യം ഓർമ്മ ഉണ്ടോ? ഏതാണ് ഈ ടോപ്പിക്ക് പഠിച്ച അടുത്ത ക്വസ്റ്റ്യൻ? ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്തത് വരച്ച് പഠിക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൽ നിന്ന് റെക്റ്റാങ്കിൾ അല്ല, റെക്റ്റാങ്കിളിന്റെ മുകളിൽ നിന്ന് സ്ക്വയർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത്. അപ്പൊ നമുക്ക് ഈ സമചതുരം വരയ്ക്കണം. അതിലേക്ക് പോയി നോക്കാം. ഇപ്പം വരച്ചത് റെക്റ്റാങ്കിളിന്റെ മുകളിൽ നിന്ന് റെക്റ്റാങ്കിൾ. അടുത്തതൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്നത് എങ്ങനെ? നോക്കിക്കോണേ, ഇതാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ വന്ന ചോദ്യം. ഒരു ചതുരം വരച്ചിട്ട് അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക എങ്ങനെയാ? ഇതിന് മറ്റേതിന്റെ അത്ര മാർക്ക് ഉണ്ടാവാറില്ല. ഇത് 4 മാർക്കിനാണ് ചോദിക്കാറ് കേട്ടോ. മറ്റേത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്, ഇത് 4 ചോദിക്കും. ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്. നോക്കാം. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. നേരത്തെ പറഞ്ഞ അതേ സൈഡ് തന്നെയാണ്. അതിനുശേഷം ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അതേ ചതുരത്തിന്റെ പരപ്പളവുള്ള വേറെ ഒരു സമചതുരം വരയ്ക്കണം. നമുക്ക് വേഗം ചെയ്തു നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾ നേരത്തെ ചെയ്തത് തന്നെ. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ഒരു റിവിഷൻ കൂടി ആയി കിട്ടും. ഫസ്റ്റ് എങ്ങനെയാ റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നുള്ള സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഒരു ലൈൻ വരയ്ക്കുക. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ അത് ചെയ്യാവേ. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ താഴെ വരച്ചു വെക്കുന്നു. അത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലേക്ക് 2 എണ്ണം വരച്ചു വെക്കൂലേ. മുകളിലേക്ക് വരയ്ക്കുന്ന 2 എണ്ണം എങ്ങനെയാ? 90 ഡിഗ്രിയിൽ 2 വരകൾ നമ്മൾ മുകളിലേക്ക് വരച്ചു വെക്കും. അതായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. 90 ഡിഗ്രി കൃത്യമാക്കി 2 വരകൾ. ഒരെണ്ണം നീട്ടി മുകളിലേക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ വരയ്ക്കുന്നു. 2 എണ്ണം വരയ്ക്കുന്നുണ്ട്. 90 ഡിഗ്രി കൃത്യമാക്കിയിട്ട് നമ്മൾ 2 ലൈൻസ് വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുന്നു. അത് 2 വരച്ചതിന് ശേഷം ചെയ്ത സ്റ്റെപ്പ് എന്താ? ആ വര മുഴുവൻ നമുക്ക് ആവശ്യമില്ല. അതിൽ എത്ര മതി? നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എത്ര ആവശ്യമുള്ളത്? നമുക്കൊരു 4 സെന്റിമീറ്റർ മതി അല്ലേ. അപ്പൊ ഒരു 4 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് അതിൽ അളന്നെടുത്താൽ നമുക്ക് വേണ്ട പരിപാടികൾ കിട്ടും. ഓക്കെ, ഒരു 4 സെന്റിമീറ്റർ അളക്കാം. 1 2 3 4 ഇവിടം വരെയുള്ളൂ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതേപോലെ ഇവിടെ കൊണ്ടുവച്ചാൽ ഇവിടുന്നും കിട്ടും നമുക്കൊരു 4 സെന്റിമീറ്റർ. എവിടെ വരെ ഉണ്ടാവും? 4 1 2 3 4
ഇവിടം വരെ നമുക്ക് 4 സെന്റിമീറ്റർ ഉള്ളൂ. ആ 4 സെന്റിമീറ്ററും കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ റെക്റ്റാങ്കിൾ ഫിനിഷ്. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ വരച്ച് പഠിച്ചോളാ. റെക്റ്റാങ്കിൾ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. എന്തായിരുന്നു? ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്ന സ്റ്റെപ്പ്. ഇത് ടോട്ടൽ എത്ര ഉണ്ടോ അത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുക. ഇവിടെ നമുക്ക് 6ഉം ഇവിടെ 4ഉം ആണ്. ഈ 4 ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വരയ്ക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ്. നേരത്തെ ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 4 സെന്റിമീറ്റർ ആണ് മാറ്റുന്നത്. 1 2 3 4. ഓക്കെ, വിഡ്ത്ത് മാറ്റി വരയ്ക്കുന്ന സ്റ്റെപ്പും നമ്മൾ ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ എത്ര ലെങ്ത് ആയി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആകെ ഇതിപ്പോ എത്ര വന്നിട്ടുണ്ട്? ഇവിടെ നമുക്കൊരു 6 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് 6 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാ? ഒരു 4 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ടോട്ടൽ 10 ആയില്ലേ? 10 സെന്റിമീറ്റർ ആയില്ലേ? ആ 10ന്റെ പകുതി മിഡ് പോയിന്റ് എടുക്കുക. മിഡ് പോയിന്റ് എടുക്കാൻ നിങ്ങൾക്ക് ബൈസെക്ടർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മോർ ദാൻ ഹാഫ് ഒക്കെ എടുത്തിട്ട് ലംബ സമഭാജി വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതിന്റെ ആവശ്യമൊന്നുമില്ല. 10 സെന്റിമീറ്റർ ആണ്. 10ന്റെ പകുതി കിട്ടാൻ നമുക്ക് സ്കെയിലിൽ തന്നെ കിട്ടും. 10ന്റെ പകുതി 5 സെന്റിമീറ്റർ അല്ലേ ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അങ്ങനെയും ചെയ്യേ. 1 2 3 4 5 ഇവിടം വരെ ഉണ്ടാവും. ഇങ്ങനെ സ്കെയിൽ എടുത്ത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ ഇതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആക്കി ഇത് വെക്കുക. ആ മിഡ് പോയിന്റ് കണ്ടോ? ടോട്ടൽ ഉള്ള 10ന്റെ മിഡ് പോയിന്റ് ആണ്. ഈ 6ന്റെ പകുതി 3 ആക്കി എടുക്കരുത്. ഇതെല്ലാം കൂടെ ഉള്ള 10 സെന്റിമീറ്ററിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് കോമ്പസ് കറക്റ്റ് ആ പോയിന്റിൽ കറക്റ്റ് കോമ്പസ് വെക്കുക. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ച നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കേ, ഓക്കെ, ഈ അളവ് എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ 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 കളർ ഒന്ന് മാറ്റിക്കാളെ അല്ലെ? സർക്കിൾ വരയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ കൃത്യമാക്കിയതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. നോക്കോ, ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. മുഴുവൻ സർക്കിളിന്റെ ആവശ്യമില്ല പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് സെമി സർക്കിൾ മതി. ഇങ്ങനെ പകുതിയാക്കി വരച്ചു വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അളവ് കണ്ടോ? ഈ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് ഇങ്ങനെ പോയി നമ്മുടെ സർക്കിളിനെ മുട്ടിയ ഒരു സ്ഥലം കണ്ടോ? ഈ ടച്ച് ചെയ്തേ, അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്. ആ ഡിസ്റ്റൻസ് ഈ അളവ് നമ്മൾ എന്താക്കി എടുക്കുക? അത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് ആക്കി എടുത്ത്, റെക്റ്റാങ്കിൾ അല്ല സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു സൈഡ് ആക്കി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആവും. നോക്കിക്കോണേ. അതിനുവേണ്ടി നമ്മൾ ഈ താഴത്തെ സൈഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കുറച്ചൊന്ന് പുറമേക്ക് നീട്ടി വെക്കുക. എന്നാൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതൊന്ന് നീട്ടി പുറമേക്ക് ഒന്ന് നീട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട അളവ് നമുക്ക് എടുക്കാം. എങ്ങനെയാ നീട്ടുന്നത് നോക്കിക്കോ. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആദ്യം പുറമേക്ക് ആക്കി വെച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ട അളവ് കോമ്പസിൽ എടുക്കുക. സ്കെയിൽ എടുത്തുള്ള പരിപാടിയെ വേണ്ട. നമുക്ക് വേണ്ട അളവ് പേര് കൊടുത്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു എ എന്ന് പേര് കൊടുക്കുന്നു. ഈ അറ്റത്തൊരു ബി, ഇവിടെ ഒരു സി, ഈ കൂട്ടിമുട്ടിയ സ്ഥലം അതിന്റെ മുന്നേ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ പേര് ഇവിടെ ഡി, ഇവിടെ ഒരു ഇ. ഇനി ഈ മുകൾ ഭാഗത്ത് കറക്റ്റ് എഫ്. ആ എഫ് മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, എഫ് ബി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ്, സമചതുരത്തിന്റെ ഒരു വശം. അത് നിങ്ങൾ കൃത്യമായി കോമ്പസ് കൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് അത് അളന്നെടുക്കുക. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു സൈഡ്. ആ ഒരു സൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കട്ട് ചെയ്യാം. ഈ ഭാഗത്തേക്ക് മാറ്റി കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അതിനുശേഷം കോമ്പസ് എടുത്തിട്ട് ആ പുതിയ പോയിന്റിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേ പരിപാടി ഈ മുകൾ ഭാഗത്തേക്ക് കട്ട് ചെയ്യാം. ഇനി കോമ്പസ് എടുത്തിട്ട് എവിടെ കൊണ്ടുവെക്കുക? അടുത്തതായിട്ട് കോമ്പസ് എടുത്തിട്ട് ഇവിടെ കോമ്പസ് എടുത്ത് കൊണ്ടുവെക്കുക. ഈ പോയിന്റിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ അളവ് എവിടെ കൊണ്ട് വരയ്ക്കുക? ഈ പുതിയ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്കും വരയ്ക്കാം. അതോടുകൂടെ നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിന്റെ സൈഡുകളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ നമ്മുടെ ആൻസർ ആയിക്കോളും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചൊരു വര വരയ്ക്കുക. റെഡി? ഇനി അവിടുന്ന് താഴത്തേക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാൻ ബാക്കിയില്ലേ? അതും കൂടെ അങ്ങോട്ട് വരച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കൂടി ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഇപ്പൊ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നു. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ. സമചതുരം മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. മക്കളെ നോക്കേ.
അപ്പൊ നിങ്ങൾ ഈ വരച്ചു വെച്ച സ്ക്വയറിന്റെ ഏരിയ ഇത് 6ഉം 4ഉം അല്ലേ, ഇവിടെ 6ഉം ഇവിടെ 4ഉം ആണ്. അതുകൊണ്ട് ഈ റെക്ടാംഗിളിന്റെ ഏരിയ 6 × 4 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 24 cm² എന്നുണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയയും 24 കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സൈഡ് എത്രയാ? ഈ ഒരു സൈഡ് എത്ര ഉണ്ടാവും? അത് √24 ആയിരിക്കും. ഈ ഏരിയ എത്രയാണോ, ഏരിയ എന്ന് പറഞ്ഞാൽ A² അല്ലേ, സ്ക്വയറിന്റെ ഏരിയ, ഈ സ്ക്വയറിന്റെ ഏരിയ 24 ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ √24 സെന്റിമീറ്റർ ആയിരിക്കും. ഈ നീളം √24 ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും വരച്ചു പഠിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഇനി നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ചാപ്റ്ററിലെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡീൽ ചെയ്യണം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് പഠിക്കട്ടോ. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 2ഓ 3ഓ ചോദ്യം, 3 തന്നെ പ്രതീക്ഷിച്ചോളാം. ചില വർഷങ്ങളിൽ 2 മാറാറുണ്ട്, എന്നാലും നിങ്ങൾ 3 തന്നെ പ്രതീക്ഷിച്ചോ. 3 ചോദ്യം തന്നെ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സൂപ്പർ ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കംപ്ലീറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ബാക്കി കിടിലൻ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഇനിയും കാണണം. ഓക്കെ, സീ യു.